നമസ്കാരം. മധ്യപ്രദേശിൽ നിന്ന് വിപ്ലവകരമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വിപ്ലവകരമെന്ന് പറയുമ്പോൾ ഇത് സത്യത്തിൽ വിപ്ലവകരം എന്ന് കാണേണ്ട ഒരു വാർത്തയല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങളനുസരിച്ച് ഇന്നത്തെ സ്ഥിതിയിൽ വിപ്ലവകരമായൊരു വാർത്തയാണ്. വാർത്ത മറ്റൊന്നുമല്ല, മധ്യപ്രദേശിൽ ഭാരതത്തിലാദ്യമായി വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിച്ചിരിക്കുന്നു മധ്യപ്രദേശ് സർക്കാർ. ഇൻഡോറിൽ നിന്നുള്ള മനോജ് മാൽപാനി, ഗുണയിലെ റഘോഡയിൽ നിന്നുള്ള അനിമേഷ് ഭാർഗവ. ഈ 2 വ്യക്തികളെയാണ് വഖഫ് ബോർഡിൽ നിയമിച്ചിരിക്കുന്നത്. ഈ വഖഫ് ബോർഡിൽ ഇപ്പോൾ ഇവരെ ഈ മനോജ് മാൽപാനിയും അനിമേഷ് ഭാർഗവയും നിയമിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് നിയമ ഭേദഗതിക്ക് അനുസൃതമായിട്ടാണ്. ആ നിയമനങ്ങൾ ഇനി മറ്റ് സംസ്ഥാനങ്ങളും ഏറ്റെടുത്ത് അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അത്തരത്തിലൊരു നിയമനങ്ങളുണ്ട്. 2 അമുസ്ലിങ്ങളായിട്ടുള്ള ബോർഡ് അംഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ വഖഫ് ബോർഡിന് ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് സാധുതയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വഖഫ് ബോർഡിന് ഇപ്പോൾ നിയമസാധുത ഇല്ല എന്ന് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവരേണ്ടി വന്നത് ആണ് ഞാൻ ആദ്യം പറഞ്ഞ ദൗർഭാഗ്യകരമായൊരു സാഹചര്യം. കാരണം ഈ വഖഫ് ബോർഡെന്ന ഒരു പ്രസ്ഥാനം തന്നെ രാജ്യത്ത് അനാവശ്യമാണ് എന്ന് മാത്രമല്ല, ഒരു അനധികൃതവും ഒരു രാജ്യത്തിൻ്റെ എല്ലാ വ്യവസ്ഥിതികൾക്കും എതിരായിട്ടുള്ളൊരു പ്രസ്ഥാനമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ വാദിക്കുന്നവർക്ക് ചോദിക്കാം, ജനാധിപത്യ നിയമമനുസരിച്ച് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ഏതൊരു വ്യക്തിക്കും അവനവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് പിന്തുടരുവാനും അതിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന്. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു കാലത്തും ഭരണഘടനയ്ക്കോ നിയമത്തിനോ മുകളിലല്ല. തന്നെയുമല്ല, എൻ്റെ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു തരത്തിലും എന്നെ പൊതുമണ്ഡലത്തിൽ മറ്റൊരു പൗരനിൽ നിന്ന്, എനിക്കൊപ്പം അവകാശങ്ങളുള്ള മറ്റൊരു പൗരനിൽ നിന്ന് വ്യത്യസ്തമാക്കുവാൻ പാടില്ല. ഏകീകൃത സിവിൽ കോഡിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ പൊതുമണ്ഡലത്തിൽ ഒരു നിയമം എനിക്കും ഒരു നിയമം മറ്റൊരാൾക്കും എന്നുള്ള ഒരു പ്രക്രിയ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്നതെന്നാണ്. ചിന്തിച്ചു നോക്കുക, എനിക്ക് 4 നിക്കാഹ് കഴിക്കാം. മറ്റൊരാൾക്ക് അത്തരത്തിലൊരു നിക്കാഹ് കഴിച്ചാൽ അത് നിയമവിരുദ്ധമാണ്. ക്രിമിനൽ കുറ്റമാണോ അല്ലയോ എന്നുള്ളത് സുപ്രീം കോടതി മാറി മാറി തീരുമാനിച്ചു കൊണ്ടിരിക്കും. എന്നാലും കുറ്റകരം തന്നെയാണ്. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു സിവിൽ ഒഫൻസ് ആകാം, അല്ലെങ്കിൽ പെറ്റി ഒഫൻസ് ആകാം. എന്തായാലും നിയമവിരുദ്ധമാണത്. അത്തരത്തിലുള്ളൊരു പ്രക്രിയ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ ക്രിമിനൽ കുറ്റത്തിൽ പോലും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളതാണ് വെപ്പ്. പക്ഷേ ഇത്തരത്തിലൊരു നിയമം ക്രിമിനൽ കുറ്റമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഹിന്ദുവായ ഞാൻ, നേരത്തെ ഞാൻ പറഞ്ഞത് ഞാൻ 4 നിക്കാഹ്, തിരിച്ചൊന്നാലോചിക്കൂ. ഹിന്ദുവായ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു യുവതിയെ സ്ത്രീയെ വിവാഹം ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് സുപ്രീം കോടതി നിയമവ്യവസ്ഥയും തീരുമാനിക്കുന്നൊരവസ്ഥയിൽ എന്നെ സംബന്ധിച്ചത് കുറ്റമാണ്. എന്നാൽ മുഹമ്മദിന് അത് കുറ്റകരമേ അല്ല, സിവിലുമല്ല ക്രിമിനലുമല്ല എന്നുള്ള തരത്തിൽ വരുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ നിയമത്തിൽ വരെ ഈ മതത്തിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വ്യവസ്ഥ അംഗീകരിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസ് സർക്കാരുകൾ കാലാകാലത്തായി ഈ ഒരു സംഘടിത വോട്ട് ബാങ്കിനെ, സമ്മതിദായകരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത്തരത്തിലുള്ളൊരു വ്യവസ്ഥയുടെ ഭാഗമാണ് ഈ വഖഫ് ബോർഡ്. ആരുടെയും എവിടെയും എന്ത് ഭൂമിയും കയ്യേറാം, ഞങ്ങളുടെ വഖഫാണെന്നങ്ങ് തീരുമാനിച്ചാൽ അതിന് സാധൂകരിക്കുന്ന രേഖകളുണ്ടെങ്കിൽ ആ ബോർഡിൻ്റെ അപ്പീൽ പാനലറ്റ് തന്നെ അങ്ങ് തീരുമാനിക്കും ഈ ഭൂമി വഖഫിൻ്റെയാണ് എന്ന്. ശരിക്കും ഒരു കയ്യേറ്റ പ്രസ്ഥാനം, അംഗീകൃതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു കയ്യേറ്റ പ്രസ്ഥാനം, മാഫിയ എന്ന് തന്നെ വേണം ഈ വഖഫ് ബോർഡിനെ വിളിക്കുവാൻ. അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതികൾക്കുമപ്പുറം പതിയെ കേന്ദ്ര സർക്കാർ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് എല്ലാ നിയമങ്ങളുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു തദ്ദേശീയരായിട്ടുള്ള വനവാസികളും ഒരു പൗരാണികമായിട്ടുള്ളൊരു അസ്തിത്വം അവകാശപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കുമല്ലാതെ ട്രൈബൽസിന് ഒഴികെ മറ്റുള്ളവർക്കെല്ലാം, ട്രൈബൽസിനും ചില കാര്യങ്ങളിൽ മാത്രമേ ഒഴിവുണ്ടാകുകയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഒരേ നിയമം എല്ലാവർക്കും. അത് പ്രാവർത്തികമാകുന്ന ദിവസം ഈ വഖഫ് ബോർഡിൻ്റെ പ്രസക്തിയെ ഇല്ലാതാകും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇതിന് വിപ്ലവകരമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്, മറ്റൊരു സംസ്ഥാനത്തും ഈ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല. ഇനി ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിനൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങേണ്ടി വന്നേക്കാം. ഞാനത് സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്താത്ത വഖഫ് ബോർഡുകൾ
നിഷ്ക്രിയമായിരിക്കും, അല്ലെങ്കിൽ അതിന് നിയമസാധുതയില്ല. അവർക്ക് ഒരു തീരുമാനവും ഇപ്പോഴത്തെ വഖഫ് നിയമങ്ങളനുസരിച്ച് എടുക്കുവാൻ സാധിക്കില്ല. അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമപരമായിട്ട് യാതൊരു സാധുതയുമില്ല എന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്താൽ മാത്രമേ ഒരുപക്ഷെ കേരളം പോലെയുള്ള, തമിഴ്നാട് പോലെയുള്ള ഈ ന്യൂനപക്ഷ പ്രീണനം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വിപ്ലവകരമെന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു വശം ഇതിൻ്റെ പരിശോധിച്ചാൽ, ഇതിനെതിരെയുള്ള എതിർപ്പുകൾ പ്രേക്ഷകർ പലപ്പോഴായും പലയിടങ്ങളിൽ, പല പൊതുമണ്ഡലങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എല്ലാം കണ്ടു കാണും. വഖഫ് ബോർഡിൻ്റെ നിയമ ഭേദഗതി ഒരു പരിധിക്കപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ നിയമാവകാശങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു മൗലികാവകാശങ്ങളിലേക്കുള്ള ഈ ബോർഡിൻ്റെ ഈ ആസൂത്രിതമായിട്ടുള്ള കയ്യേറ്റ സംഘത്തിൻ്റെ കടന്നുകയറ്റത്തെ തടയുന്നത് കണ്ട് ഇത്രയും കാലം വെച്ചനുഭവിച്ചിരുന്ന സുഖസൗകര്യങ്ങളും അധികാരങ്ങളും, സുഖസൗകര്യങ്ങൾക്കും അപ്പുറം അധികാരമെന്നുള്ളൊരു ലഹരിയാണ് ഈ വഖഫ് ബോർഡിനെ പോലുള്ള സംഘടനകളെ ഭരിക്കുന്നത്. കാരണം അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ശക്തി, അല്ലെങ്കിൽ ഒരു സ്വാധീന ശക്തി, അധികാരമെന്നുള്ളത് അസീമമായ അധികാരമായിരുന്നു. ആ അധികാരങ്ങളെയാണ് കേന്ദ്ര സർക്കാർ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മതത്തിൻ്റെയും പേരിൽ തടയിടുവാനുള്ള അവകാശം ജനാധിപത്യ വ്യവസ്ഥ നൽകുന്നില്ല. ആദ്യമേ ഞാൻ പറഞ്ഞു, മതം നിങ്ങൾക്ക് ആചരിക്കാം, അനുഷ്ഠിക്കാം, പക്ഷേ നിങ്ങളുടെ മതം ഒരിക്കലും മറ്റൊരു മതത്തിന് മേലെയല്ല. വിശ്വസിക്കാം നിങ്ങൾക്ക്. ഞാൻ വിശ്വസിക്കുന്നത് സനാതനധർമ്മത്തിന് മുകളിൽ ഒരു മതവും ധർമ്മവും ഇല്ല എന്നുള്ളതാണ്. സനാതനധർമ്മം തന്നെയാണ് ഏറ്റവും മേലെ. ഈ സെമിറ്റിക് മതങ്ങൾ പ്രത്യേകിച്ച്, അതിൽ മ്ലേച്ഛ മതങ്ങൾ കുറേ കൂടി താഴെ എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. പക്ഷേ പുറത്തിറങ്ങി എൻ്റെ മതം നിൻ്റെ മതത്തിനേക്കാൾ മുകളിലായതുകൊണ്ട്, നീ വിശ്വസിക്കുന്ന മതം ഭരണഘടന അനുവദിച്ചിട്ടുള്ള നിയമപ്രകാരമുള്ളൊരു മതമാണെങ്കിൽ അതിന് മുകളിലായതുകൊണ്ട് നീ എനിക്ക് താഴെയാണ് എന്നുള്ള രീതിയിൽ ഞാൻ ആരോടെങ്കിലും പെരുമാറിയാൽ, ആ പെരുമാറ്റം എനിക്കെതിരെ നിൽക്കുന്ന വ്യക്തിക്ക്, ഞാൻ ആരോടാണോ ആ പെരുമാറ്റം നടത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്നത്, ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയാൽ, ആ വ്യക്തിക്ക് എന്തെങ്കിലും ക്ഷതം, അത് ശാരീരികമാകാം, സാമ്പത്തികമാകാം, മാനസികമാകാം, അത്തരത്തിലുള്ള ക്ഷതമേൽപ്പിച്ചാൽ നിയമവ്യവസ്ഥ എന്നെ ശിക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ശിലകളിലൊന്ന്. അതിനപ്പുറത്തേക്ക് ഒരു മതവുമില്ല. കാരണം പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾ ഒരു തരത്തിലും ഭാരതത്തിൽ മേൽക്കോയ്മ നേടുവാൻ പാടില്ല. അവർക്ക് മേൽക്കോയ്മ എന്നുള്ളത് അവർ ഇത്തരത്തിലുള്ള നിയമങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത് ഞങ്ങളിലാണ് ഏറ്റവും വലിയ അധികാരം നിലനിൽക്കുന്നത് എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യവസ്ഥ സമൂഹത്തിൽ, പൊതുമണ്ഡലത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നത് അവരുടെ മതത്തിൻ്റെ തന്നെ ആസൂത്രിതമായൊരു പദ്ധതിയാണ്. കഴിഞ്ഞ 1400 വർഷങ്ങളായി ഒരു ജനാധിപത്യ വ്യവസ്ഥ അതിന് അനുവദിച്ചു കൊടുക്കുന്നു, അതിന് വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായൊരു സാഹചര്യമാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ മധ്യപ്രദേശ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം, 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിലേക്ക് നിയമിച്ചിരിക്കുന്ന തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് മാത്രമല്ല, ഇതൊരു മറ്റ് സംസ്ഥാനങ്ങൾക്ക് വഴികാട്ടുന്ന വിപ്ലവകരമായൊരു തീരുമാനം തന്നെയാണ്. അതിന് ഒരു സംശയവുമില്ല. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.